തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്നതിൽ BJPയിൽ ഭിന്നത എന്ന വാർത്ത വരുന്നു. VV രാജേഷിനായാണ് നേതൃത്വത്തിൽ ഭൂരിപക്ഷവും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. R ശ്രീലേഖയെ BJP നേതാക്കൾ വീട്ടിലെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കൗൺസിലർമാരുടെ യോഗം ഉടൻ ചേരും. സമവായ ചർച്ചകൾ നടത്തി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് വിവരം. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. റിനു, ഈ ചർച്ചകളിൽ അന്തിമ തീരുമാനം എപ്പോഴാകും? ഉന്മേഷ്, നഗരസഭകളിലെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ആ സമയത്തും തിരുവനന്തപുരം നഗരത്തിലെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി തീരുമാനിക്കുവാൻ വേണ്ടി BJP നേതൃത്വത്തിനായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, R ശ്രീലേഖ, അതുപോലെ തന്നെ VV രാജേഷ്, ഗിരികുമാർ, അതുപോലെ തന്നെ കരമന അജിത്ത്, ഈ 4 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നത്. ആദ്യം VV രാജേഷിലേക്കും പിന്നീട് ശ്രീലേഖയിലേക്കും എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെയും R ശ്രീലേഖയുടെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു കേട്ടതെങ്കിൽ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ VV രാജേഷിന് വേണ്ടി നേതൃത്വം ഇടപെട്ടിരിക്കുന്നു. VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുന്നു. ഇത് R ശ്രീലേഖയെ നേരിട്ട് വീട്ടിലെത്തി BJP നേതാക്കൾ തന്നെ അറിയിക്കുകയും ചെയ്തു. അതായത് R ശ്രീലേഖയെ മേയറാക്കിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് അത് വലിയ വെല്ലുവിളിയാകും. കാര്യം പുതുതായി കടന്നു വന്ന ഒരാളാണ്. തിരുവനന്തപുരം ജില്ലാ ഘടകത്തിനും അതിൽ അതൃപ്തിയുണ്ട്. അത് കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അക്കാര്യം ജില്ലാ നേതാക്കൾ വഴി ശ്രീലേഖയെ അറിയിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ അവരുടെ വസതിയിലെത്തി ജില്ലാ നേതാക്കൾ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തത്. നിലവിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വിജയിച്ചെത്തിയ നഗരസഭാ കൗൺസിലർമാരുടെ യോഗം ചേരുകയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ. അവരോട് കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ ആരായും. കഴിഞ്ഞ ദിവസം ഓരോരുത്തരെയും പ്രത്യേകമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഇന്ന് ആരാണ് BJP സ്ഥാനാർത്ഥി എന്നുള്ളത് അവരെ അറിയിക്കും. അതിനുശേഷം പത്രക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെയും അറിയിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു ഇടപെടൽ VV രാജേഷിന് വേണ്ടി നടന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. R ശ്രീലേഖയെ പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് പോകുന്നു. കാരണം വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കമുണ്ടാകും ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ എന്നുള്ളതാണ് BJP വിലയിരുത്തുന്നത്. നേരത്തെ 2 തവണ രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിൽ സന്ദർശനം നടത്തുകയും കേന്ദ്ര നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഇന്നും ദില്ലിയിലാണ്. കേന്ദ്ര നേതൃത്വം കൃത്യമായി ഇടപെടുകയും സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖറിനെ ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും, പ്രഖ്യാപനമുണ്ടാകും. ഉന്മേഷ്, ശരി. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.